ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിൽ അദ്ദേഹം മറന്നുപോയിട്ടുണ്ടാവാം. നാളെ ഒരിക്കൽ അദ്ദേഹം നമ്മളോട് അത് ചോദിക്കാൻ ഇടവന്നാൽ? ഇതൊക്കെ ഞാനും പരിഗണിച്ചതാ മാഡം. പക്ഷെ കൊട്ടാരമുറ്റത്ത് നിന്ന് തന്നെ. അവിടുന്ന് ആരാ? മേനക മാഡം. ഒരു കാരണവശാലും സീറ്റ് അനുവദിക്കരുതെന്ന് നിർബന്ധമായിട്ടും പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? അത് മാഡം, നോക്കൂ, കോളേജിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഭരണപരമായ കാര്യങ്ങളിലല്ലാതെ ഞാൻ പോലും ഇടപെടാറില്ല. അപ്പൊ അത്തരം ഇടപെടലുകൾ ഒരിടത്തുനിന്നുണ്ടായാൽ എന്നെ അറിയിക്കണ്ടേ? സോറി മാഡം, അതും വിലക്കിയിരുന്നു. ശരി. എക്സ്ക്യൂസ് മീ മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ആ, ടീച്ചറെ ഞാനൊന്ന് വിളിപ്പിക്കാനിരിക്കുകയായിരുന്നു. എന്താ മാഡം? എങ്ങനെയുണ്ട് ഇവർ രണ്ടുപേരും? അഡ്മിഷൻ കൊടുത്താൽ നമ്മുടെ കോളേജിന് അഭിമാനിക്കാനുള്ള വക ഉണ്ടാവോ? തീർച്ചയായും മാഡം. സ്കൂൾ തലത്തിൽ ഇവര് വളരെ മികവുള്ളവരാ. നമ്മുടെ കബഡി ടീമിന് ഇവര് നല്ല അസറ്റ് ആയിരിക്കും. ഞാൻ ഇവരുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കണ്ടിരുന്നു. കബഡി ടീമിലുണ്ടെങ്കിൽ നമുക്ക് വേൾഡ് കപ്പ് വരെ കിട്ടും മാഡം. അപ്പൊ ഇയാളോ? ഞാനും നന്നായി കളിക്കും. അത് മതി. അപ്പൊ നമുക്ക് ഇവരെ ഇവിടെ ചേർക്കാം അല്ലേ? ഇനിയിപ്പോ ഞാൻ തന്നെയാണ് ഇവരെ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. അഡ്മിഷൻ മാത്രമല്ല, ഇന്ന് തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റിയും ഇവർക്ക് കിട്ടണം. ഷുവർ മാഡം. സന്തോഷമായല്ലോ. ഇനി എന്തെങ്കിലും ഞാൻ ചെയ്യാനുണ്ടോ? ഒന്നും വേണ്ട. സ്വപ്നങ്ങളൊക്കെ ഒന്നിച്ച് നടന്ന സന്തോഷത്തിലാ ഞങ്ങള്. അതന്നെയാ സത്യം. സന്തോഷം കൊണ്ട് എന്ത് ചെയ്യേണ്ടെന്ന് അറിയാണ്ട് നിക്ക. സന്തോഷം കളയണ്ട, നന്നായി പഠിച്ചാ മതി. അപ്പോ അങ്ങനെ ആവട്ടെ, നിങ്ങൾ ഇറങ്ങിക്കോ. താങ്ക്സ്. ഐ ആം റിയലി സോറി മാഡം. ഹേയ്, അതെന്തിനാ? താങ്കൾ ചെയ്തതിന് വ്യക്തമായ കാരണങ്ങളുണ്ടല്ലോ. കോളേജ് കാര്യങ്ങളിൽ കൊട്ടാരമുറ്റത്ത് നിന്ന് മറ്റാരും ഇടപെടാതെ ഞാൻ നോക്കിക്കോളാം. ശരി മാഡം. ചെന്നപ്പോ കണ്ടത് ഈ മാഡത്തിന്. വീടാണെങ്കിൽ രംഭയുടെയും. എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി. എന്തായാലും ഇപ്പൊ എല്ലാം മാറിയല്ലോ. ഇനി നിങ്ങള് കൊട്ടാരമുറ്റം പാർവതി അമ്മയുടെ കുട്ടികളാ. അതിന്റെ ഗൗരവം ആവാം. അയ്യോ, അതൊന്നും വേണ്ട മാഡം. കുറച്ച് കബഡി. ദൈവമേ, എന്തായാലും ഒന്ന് അമ്പലത്തിൽ വെച്ച് അവരെ തലകറക്കി വീട്ടിൽ നന്നായി. അല്ലടി, അവള് ഫ്രണ്ട്സ് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് വെറുതെ പോയി അഹങ്കരിച്ചാലോ? ഒന്നും മിണ്ടാതിരുന്നേ. അമ്മയുടെയും അപ്പൂപ്പന്റെയും ഒക്കെ പ്രാർത്ഥന നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാ ഈ ഭാഗ്യം നമ്മളെ തേടി വന്നത്.